ജാതി സെൻസസ് നടപ്പാക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് NSS ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ എന്നിവർക്ക് NSS നിവേദനം കൊടുത്തു. ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിക്കുന്നതാണ് ഈ സെൻസസ് നടപടിയെന്ന് നിവേദനത്തിൽ പറയുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പെരുന്ന നിവേദനം നൽകിക്കഴിഞ്ഞോ അതോ പെരുന്നയിൽ നിവേദനം തയ്യാറായി വരുന്നതേ ഉള്ളൂ? ഗുഡ് മോർണിംഗ് SKN. എന്തായാലും പെരുന്നയിൽ നിന്നുമുള്ള നിവേദനം ഇതിനോടകം തന്നെ അത് അയച്ചു കഴിഞ്ഞു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ ഒരു കോപ്പി നമുക്കിപ്പോൾ ഞാൻ ഡെസ്കിൽ നൽകിയിട്ടുണ്ട്, അത് കാണിക്കാവുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും ഇതിൽ അവർ ആവർത്തിച്ച് പറയുന്നത്, അതായത് മുൻകാലങ്ങളിൽ സമാനമായ നിലപാട് തന്നെയാണ് NSS സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാർ കാര്യമായിട്ടുള്ള ഇടപെടൽ നടത്താത്തൊരു പശ്ചാത്തലത്തിലാണ് ഒരു നിവേദനം രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കും ലോക്സഭാ സ്പീക്കർക്കും നൽകാൻ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് നൽകുകയും ചെയ്തു. എടുത്തു പറയുന്ന കാര്യം, ഈ ജാതി തിരിച്ചുള്ള ഈ സെൻസസ് എന്ന് പറയുന്നത് അത് രാജ്യത്തെ വിഭജിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു നടപടിയായി മാറും. പല തട്ടിലേക്ക് സമൂഹത്തെ വിഭജിക്കുന്ന ഒരു നടപടിയാകും. ഈ സെൻസസ് എന്ന് പറയുന്നത് അത് ജനസംഖ്യാ കണക്കെടുപ്പിന് മാത്രം ഉപയോഗിക്കണം എന്നുള്ളൊരു നിലപാട് കൂടി സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് വലിയ വിഭജനങ്ങൾക്ക്, ഇത്തരത്തിലുള്ള ഒരു സ്വകാര്യതയുടെ, അതായത് ഭരണഘടന അനുവദിച്ചു തരുന്ന ഒരു വ്യക്തിയുടെ സ്വകാര്യതയുടെ ലംഘനമായി അതിനെ NSS കാണുന്നു. ഒപ്പം തന്നെ തുല്യത എന്ന് പറയുന്ന ഭരണഘടന അനുവദിക്കുന്ന ആ ഒരു തത്വത്തിനും ഇത് ലംഘനമാണ് ഈ ഒരു നടപടി എന്നാണ് പറയുന്നത്. എന്തായാലും ഈ നിലപാടിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോകണമെന്നുള്ള അടിയുറച്ച നിലപാടാണ് NSSനുള്ളത്. അതാണ് ഇപ്പോൾ ഒരു നിവേദനമായി ഈ പ്രധാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക്, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, അതുപോലെ തന്നെ ലോക്സഭാ സ്പീക്കർ അടക്കമുള്ളവർക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ എന്ത് മറുപടി വരുമെന്നാണ് ഇവരും ഉറ്റുനോക്കുന്നത്. NSS അവരുടെ നിലപാട് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്.